ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നുരദോശ അല്ലെങ്കിൽ ഫോം ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എപ്പോഴും ഒരേ ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 3 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചതാണ്. മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ കുതിർത്ത് വെക്കണം. ഇത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് വെള്ളത്തിലല്ല അരച്ചെടുക്കാൻ പോകുന്നത്, തേങ്ങാപ്പാലിലാണ്. അതുകൊണ്ട് നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ അരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കാം, ബസ്മതി റൈസ് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നാലും ജീരകശാല അരി വെച്ച് ചെയ്യുമ്പോഴായിരിക്കും ഒരു പ്രത്യേക രുചിയും മണമൊക്കെ കിട്ടുന്നത്. പച്ചരി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. 1/2 കപ്പ് അരിക്ക് 1 മുട്ട എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടയും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ കലക്കി, ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് ഇത്. അത് ഞാനിപ്പോൾ 1/2 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോഴായിരിക്കും അരി നല്ലതുപോലെ അരഞ്ഞു കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ലൂസാക്കണം. അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, 1 കപ്പ് തേങ്ങാപ്പാലുണ്ടല്ലോ, ആ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശയുടെ ബാറ്റർ എന്ന് പറയുന്നത് അല്പം ലൂസായിട്ടാണ് വേണ്ടത്, തിക്കായിട്ടല്ല. അതുകൊണ്ട് കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ബാറ്റർ ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ആ ഒരു പത ഉണ്ടാവുമല്ലോ, ബീറ്റ് ചെയ്ത് കിട്ടുന്ന പത ഉണ്ടാവുമല്ലോ, ആ ഒരു പത വെച്ചിട്ടാണ് നമ്മൾ ദോശ ചുടേണ്ടത്. ഇപ്പുറത്ത് തന്നെ ഞാനൊരു ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് എടുക്കാം. അതിലോട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റോളം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. നന്നായിട്ട് തന്നെ പത വരും. ആ ഒരു പത വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൈയെടുക്കാതെ 1 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നല്ലതുപോലെ പത വരും. കണ്ടല്ലോ, ഈ ഒരു പത ഇങ്ങനെ കോരിയെടുത്തിട്ട് വേണം നമ്മൾ ദോശ ചുടാനായിട്ട്. അതല്ലാതെ ഇതിന് താഴെയുള്ള മാവ് എടുക്കാൻ പാടില്ല. പത മാത്രം എടുത്തിട്ട് ഇതുപോലെ ദോശക്കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി പത എടുക്കാം. അതിനുശേഷം വീണ്ടും ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാം. ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ദോശ ചൂടാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു ബാറ്ററി ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്തുള്ള പത എടുത്തുകൊണ്ട് ഇതുപോലെ ദോശ ചൂടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിലെ ബബിൾസ് ഒന്നും പോകാൻ പാടില്ല. എങ്കിൽ മാത്രമേ നല്ല ഫോമി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പത ഇങ്ങനെ ഇട്ട് കൊടുത്തൊരു ദോശയുടെ ഷേപ്പിലാക്കി എടുത്താലും മതി. ഇനി ഇതൊരു 30 സെക്കൻഡ് നേരത്തേക്ക് കവർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും വേണ്ട, വെറും 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ കുക്കായി കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത ദോശക്കായിട്ടുള്ള ബാറ്റർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ദോശ കുക്കാവുന്ന സമയത്ത് നമുക്കിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പത വരുത്താം. ആ ഒരു സമയത്ത് നമ്മുടെ ദോശ തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദോശ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മണമുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോമി ആയിട്ടുള്ള ദോശയാണ്. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത ദോശയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ദോശക്കല്ലിൽ നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ പത ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യാണ്. നെയ്യിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കണ്ടല്ലോ, ഇതേപോലെ പത ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു ദോശയുടെ ഷേപ്പിലാക്കിയെടുക്കാം. സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ദോശയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ചെയ്തെടുക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതേപോലെ തന്നെ ടേസ്റ്റും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ദോശ നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അതല്ല, വെജ് കുർമയുടെ കൂടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നോൺ വെജ് കറിയുടെ കൂടെയാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്.
ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.